ഒരു കൂടപ്പിറപ്പല്ല, രണ്ടൊരാളൊക്കെ നമ്മുടെ ഇടയിൽ പോകുന്നത് ഉള്ളിൽ വിഷമം തന്നെയാണ്. അന്തരിച്ച നടൻ കൊല്ലം സുധിയെപ്പോലെ തന്നെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ നിരവധി ആരാധകരെ നേടിയ കലാകാരനാണ് തങ്കച്ചൻ വിതുര. തങ്കച്ചനടക്കം ഷോയിലെ എല്ലാവരും തകർന്ന സംഭവമായിരുന്നു കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. അത് വല്ലാത്തൊരു വേദനയായിരുന്നു എന്ന് തങ്കച്ചൻ പറയുന്നു. കൊല്ലം സുധിയുടെ മരണശേഷം അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയ രേണു സുധി രൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് തങ്കച്ചൻ വിതുരയ്ക്ക് പറയാനുണ്ട്. കൊല്ലം സുധിയെക്കുറിച്ചുള്ള ഓർമ്മകളും തങ്കച്ചൻ പങ്കുവയ്ക്കുന്നു. സുധിച്ചേട്ടനെ 10-30 വർഷമായി അറിയാം. ഇന്നോ ഇന്നലെയുള്ള ആളല്ല. 1995 കാലഘട്ടം മുതൽ അറിയാം. കലാകാരൻ എന്നതിലുപരി താനൊരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് സുധിച്ചേട്ടനെ കാണുന്നത്. തങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിക്കാനൊക്കെ ഒത്തുകൂടുന്നത് എല്ലാവരും ഒരു സ്ഥലത്തായിരുന്നു. എപ്പോഴും കാണും. ഞങ്ങൾ ഒരു സമിതിയിൽ സഹകരിച്ചിട്ടുണ്ട്. നല്ലൊരു കലാകാരനാണ്. ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നത് വിഷമം തന്നെയാണ്. സ്റ്റാർ മാജിക്കിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണുമ്പോൾ മനസ്സ് തകരുന്ന അവസ്ഥയാണ്. രേണു സുധി നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. ആരും 200-250 വർഷമൊന്നും ജീവിച്ചിരിക്കുവാൻ പോകുന്നില്ല. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചോട്ടെ. ജീവിതം കുറച്ചേ ഉള്ളൂ, തങ്കച്ചൻ പറയുന്നു. സുധിച്ചേട്ടൻ്റെ മരണശേഷം സ്റ്റാർ മാജിക് വീണ്ടും തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് മാത്രമേ താനുണ്ടായിരുന്നുള്ളൂ. 1 വർഷത്തോളം അപകടം പറ്റി കിടപ്പിലായിരുന്നു. കുറേ നാൾ മാറി നിന്നു. ഇന്നലെ വരെ കൂടെ നിന്ന ആൾ ഇല്ലാത്തതിൻ്റെ വിഷമം തന്നെയാണ്. ചില എപ്പിസോഡുകളിൽ വന്നു പോവുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ബിഗ് ബോസിലേക്ക് 2 തവണ വിളിച്ചിരുന്നു, പോയില്ല. ഇത്തവണയും വിളിച്ചിട്ടില്ല. ആ സമയത്തൊക്കെ വേറെ ഷോകൾ ഉണ്ടായിരുന്നു. പോകാൻ ആഗ്രഹമില്ല എന്നും തങ്കച്ചൻ കൂട്ടിച്ചേർക്കുന്നു.